ചില ആളുകളെ കാണുമ്പോഴും അവരുമായിട്ട് ഇടപഴകുമ്പോഴും നമുക്ക് അവരെ പറ്റി ഒരു മതിപ്പ് തോന്നാറില്ലേ? അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ സംസാര രീതി, ഇതൊക്കെ നമ്മളെ ആകർഷിക്കും. അവരുടെ പ്രസൻസ് തന്നെ നമുക്ക് വളരെ സന്തോഷം തരും. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളാകണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ആകർഷണീയമാകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തുടർന്ന് കാണുക. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളിൽ ആൾക്കാർക്ക് മതിപ്പുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതുതായിട്ട് നമ്മളൊരാളെ കാണുന്നു, പരിചയപ്പെടുന്നു. അയാളെപ്പറ്റി അയാളുടെ ഉള്ളിൽ എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ കാണുന്നത് എന്താ? അയാളുടെ പുറമേയുള്ള ആ അപ്പിയറൻസ്, അതുപോലെ അയാളുടെ സംസാര രീതി, അത് വെച്ചാണ് നമ്മൾ അയാളെ വിലയിരുത്തുന്നത്. നമ്മളെപ്പറ്റിയും ആളുകൾ ഇങ്ങനെയാണ്. ഒരു പുതുതായിട്ടൊരാൾ നമ്മളെ പരിചയപ്പെടുമ്പോഴും നമ്മളുടെ അപ്പിയറൻസും നമ്മളുടെ സംസാര രീതിയുമാണ് അയാളെ ആകർഷിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളിൽ ബാഹ്യരൂപത്തിന് അല്ലെങ്കിൽ അപ്പിയറൻസിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട്, പുറമേയുള്ള സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല, ഉള്ളിലെ സൗന്ദര്യമാണ് പ്രധാനം. നമ്മൾ ആദ്യം കാണുമ്പോൾ ഉള്ളിലെ സൗന്ദര്യം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറമേയുള്ള സൗന്ദര്യം അല്ലെങ്കിൽ ആ പുറമേയുള്ള അപ്പിയറൻസാണ് നമ്മൾ ആളുകളെ അടുക്കുകയോ അകറ്റുകയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമെങ്കിലും എല്ലാവരും ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു. ചെക്കനും പെണ്ണും തമ്മിൽ കാണുമ്പോൾ അവർക്ക് പരസ്പരം കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് പിന്നീട് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ നോക്കുന്നു. അതിലെ ഏറ്റവും ഭംഗിയുള്ള കുട്ടി അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ചെറുക്കൻ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാഴ്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു പയ്യനെയോ ഒരു പെൺകുട്ടിയോ കാണുന്നു. പിന്നെയാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ നോക്കുന്നത്. അല്ലാതെ ആദ്യം ഡീറ്റെയിൽസ് നോക്കിയിട്ടല്ല ആളിനെ കാണുന്നത്. അപ്പോൾ ആൾക്കാരുടെ ബാഹ്യ സൗന്ദര്യത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവത്തിലൂടെ നമ്മൾ കാണുന്നത്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, എന്നാലും പൊതുവെ. അപ്പോൾ മറ്റുള്ളവരിൽ മതിപ്പ് തോന്നിക്കണമെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് നമ്മൾ നന്നാക്കണം. കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. പലർക്കും മടിയുള്ള ഒരു കാര്യമാണ്, അലസരാണ് അവർ ഈ കാര്യത്തിൽ. നിസ്സാരം കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും വലിയ കെയർ ചെയ്യാറില്ല. അതിന് കുറച്ച് സമയം കിടത്താം. അതിനെയാണ് ഈ സെൽഫ് കെയർ എന്നും സെൽഫ് ലവ് എന്നും ഒക്കെ എല്ലാവരും പറയുന്നത്. നമുക്ക് വേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, എന്നാൽ വിട്ടുകളയുന്ന ചില ബേസിക് കാര്യങ്ങൾ. അത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ വസ്ത്രധാരണം തന്നെയാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണത്, ദൈവം തന്നതാണെന്നൊക്കെ പറയും. എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ഇനി ഇത്തിരി കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യാം. അത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട്. പിന്നെ ഉള്ള സൗന്ദര്യത്തെ നമുക്ക് അല്പം കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇപ്പം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ ഒരു മോശമായ വസ്ത്രമൊക്കെ ധരിച്ച് വൃത്തിഹീനമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അവരോട് മതിപ്പൊന്നും തോന്നില്ല. അതേസമയം വലിയ സുന്ദരിയൊന്നും അല്ലെങ്കിലും നല്ല നീറ്റായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചുള്ള മേക്കപ്പൊക്കെ ചെയ്ത് വരുന്നൊരു സ്ത്രീയെ കണ്ടാൽ നമുക്ക് അവരോടൊരു മതിപ്പ് തോന്നും. എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു കൂട്ടുകാരിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ്. വലിയ സുന്ദരിയൊന്നുമല്ല, സാധാ കുട്ടി. പക്ഷെ അവൾക്ക് അന്നത്തെ കാലത്ത് ഡിഗ്രി കാലങ്ങളിലെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ സാരിയാണ് ധരിക്കുക. ഇന്നത്തെ പോലെയുള്ള ഫാഷൻ ഡ്രസ്സുകളൊന്നും അന്ന് അവൈലബിൾ അല്ല. അപ്പോൾ സാരി തന്നെ ഇപ്പോഴത്തെ സ്റ്റഫുകളൊന്നുമില്ല. ഓയിൽ സാരികളും കോട്ടൺ സാരികളും വിലക്കുറവുമാണ്, ഉടുക്കാൻ സുഖമാണ്. പിന്നെ അന്നൊക്കെ നമുക്ക് വണ്ണമൊന്നുമില്ല, സ്ലിമ്മായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കോട്ടണും ഓയിലും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് വളരെ കുറച്ച് സാരികളേ ഉള്ളൂ. പക്ഷെ അതവിടെ നല്ല ഭംഗിയായിട്ട് പശയൊക്കെ മുക്കി നല്ല തേച്ച് നല്ല നീറ്റായിട്ട് കൊടുത്തുകൊണ്ട് വരും. മുടിയൊക്കെ നന്നായിട്ട് കെട്ടിവെച്ച്. അന്ന് പിച്ചിപ്പൂ വാങ്ങാൻ കിട്ടും, നല്ല മണമാണത് പിച്ചിപ്പൂ. ഇന്ന് എവിടെയും പിച്ചിപ്പൂ ആണ്, മുല്ലപ്പൂ ഒന്നുമുണ്ട്. പിച്ചിപ്പൂവിന് കുറേ കൂടെ മണമാണ്, ചെറിയ പൂക്കൾ. കുറച്ച് പിച്ചിപ്പൂവൊക്കെ ആ മുടിയിൽ
ഇങ്ങനെ കെട്ടിവെച്ച മുടിയിൽ കുറച്ച് പൂവൊക്കെ വെച്ച് വലിയൊരു സിന്ദൂര പൊട്ടൊക്കെ ഇട്ട്, അന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രീം തേക്കും, ഇച്ചിരി പൗഡർ ഇടും. ചിലർ ക്രീമും തേക്കില്ല, ചുമ്മാ ഇച്ചിരി പൗഡർ ഇടും, എന്നിട്ടൊരു വലിയ സിന്ദൂര പൊട്ട്. പക്ഷെ അവളിങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ ഡ്രസ്സിങ്ങും അവളുടെ ആ രീതികളും ഒക്കെ ഇഷ്ടമാണ്. ഞാനിതിപ്പോൾ പറഞ്ഞ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്തു എന്ന് മാത്രം. എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യം, ഇന്നത്തെ ഏറ്റവും വലിയൊരു ഡയലോഗാണ്. എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ പറയാമെങ്കിലും ആളിന് ചേരുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വരുന്നവരെ കാണുമ്പോഴാണ് നമുക്കൊരു മതിപ്പ് തോന്നുന്നത്. വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല. ഇന്ന് പല അമ്മമാരും പറയുന്നുണ്ട്, എൻ്റെ മകള് മോശമായൊരു ഡ്രസ്സ് ഇട്ടാൽ എനിക്കത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല, അത് ഇട്ടുകൊണ്ട് പോകരുത്, അത് മോശമാണ് എന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് അവരവരുടേതായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും കുറച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുകയാണ് ഭംഗി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞപ്പോൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നതിലല്ല കാര്യം, വൃത്തിയുള്ള വസ്ത്രം അത് നല്ല നീറ്റായിട്ട് ധരിക്കണം. സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള മേക്കപ്പും കൂടി ആകുമ്പോൾ ആളുകൾ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആവും. ആണുങ്ങളുടെ കാര്യം അത് തന്നെയാണ്. നല്ല വൃത്തിയുള്ള വസ്ത്രം, വൃത്തിയുള്ള ശരീരം, ഇതൊക്കെ മറ്റുള്ളവരിൽ നല്ല മതിപ്പുളവാക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം ആകർഷകമാക്കുന്നതിൽ നമ്മുടെ വസ്ത്രധാരണത്തിന് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ്. ചിലർ നല്ല ടിപ്പായിട്ട് വസ്ത്രമൊക്കെ ധരിക്കും, പക്ഷെ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ചെരുപ്പുകൾ വളരെ മോശമായിട്ടുള്ള ചെരുപ്പ്, അഴുക്ക് പിടിച്ച ചെരുപ്പുകളായിരിക്കും. അതും ആളുകളിലൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. എന്നാൽ അതും എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാമെങ്കിലും കാണുന്നവരിലൊരു മതിപ്പുണ്ടാവില്ല. അപ്പോൾ ഒരാളുടെ കാല് നോക്കിയാൽ അറിയാം അയാളുടെ വൃത്തി എന്നിങ്ങനെ പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള, അതായത് വില കൂടിയ ചെരുപ്പുകൾ ധരിക്കണമെന്നല്ല, അവിടെയും നമ്മുടെ ഉള്ള ചെരുപ്പുകൾ നല്ല വൃത്തിയായിട്ട് തുടച്ച് നീറ്റാക്കി അങ്ങനെയുള്ള ചെരുപ്പുകൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ആ ചെരുപ്പ് ഊരി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ, ആ കിടക്കുന്ന ചെരുപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു 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 പന്തികേട് നമുക്ക് തോന്നും, എത്ര നല്ല ഡ്രസ്സ് ധരിച്ചെന്ന് പറഞ്ഞാലും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ മുടിയൊക്കെ നല്ല ചീകി ഒതുക്കി ഭംഗിയായിട്ട് വയ്ക്കണം. ഞങ്ങൾ ഏജൻസിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പുതിയ ഏജൻസി റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഏജൻസിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പറയാറുണ്ട്, അവർക്ക് ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട്, നമ്മൾ വളരെ ദൂരം യാത്ര ചെയ്തൊക്കെ ആയിരിക്കും ഒരു കസ്റ്റമറെ കാണാനായിട്ട് പോകുന്നത്, ഒരു ക്യാൻവാസിങ്ങിന് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും സെയിൽസിലുള്ളവർ. അപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്ത് മുഷിഞ്ഞ് അലങ്കോലപ്പെട്ട മുടിയുമായിട്ടൊക്കെ ചെന്ന് കയറുമ്പോൾ ആ ഒരു ഇമ്പ്രഷൻ നമുക്ക് കിട്ടില്ല. പലപ്പോഴും ആ സെയിൽസ് നമുക്ക് കിട്ടാതെ പോയേക്കാം. കാരണം എല്ലാവരും ആ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നിങ്ങളുടെ ബാഗിൽ ഒരു ചീപ്പ്, ഒരു സ്പ്രേ, ഇത് രണ്ടും എപ്പോഴും ഉണ്ടാവണം. എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക്, ആ സ്ഥലത്തേക്ക്, കസ്റ്റമറുടെ മുമ്പിലേക്ക് പോകുന്നതിന് മുൻപ് മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി ഇത്തിരി സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് നീറ്റായിട്ട് വേണം കയറി ചെല്ലാൻ. ഡ്രസ്സൊക്കെ ഒന്ന് നേരെ പിടിച്ചിട്ട് നീറ്റായിട്ട് കയറി ചെല്ലണം. അപ്പം മുടി ചീകി ഒതുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് ചെന്നിറങ്ങുമ്പോൾ നമുക്ക് മുടി ഇങ്ങനെ ഒന്ന് ഒതുക്കി ചീകി ഒതുക്കാൻ നമുക്കൊരു ചമ്മലാണ്. അങ്ങനെ ചമ്മേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുടി നമ്മളൊന്ന് ചീകി ഒതുക്കി കൊണ്ടു കിടക്കുക. അതുപോലെ പ്രധാനമായിട്ട് വിരലിലെ നഖങ്ങൾ വെട്ടുക. പലരും അത് ശ്രദ്ധിക്കാറില്ല. അതിൽ അലസതയാണ്. അത് വൃത്തി മാത്രമല്ല, മതിപ്പ് തോന്നാൻ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ വിരലിലെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി നീറ്റായിട്ട് വയ്ക്കുക. അതും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായ. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ്. ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നല്ലതും ചീത്തയും ഒക്കെ പറയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വായ തന്നെയാണ്. പക്ഷേ ഈ വായനാറ്റം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അടുത്ത് നിൽക്കുന്ന ആൾ പറയില്ല, മനസ്സിലിങ്ങനെ ചിന്തിക്കും, ഷോ എന്തൊരു സ്മെല്ലായത് എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഈ വായനാറ്റം ഉണ്ടാകുന്നത്
ചിലപ്പോഴത് നമ്മളെപ്പോഴും വായ വൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ടുണ്ടാവാം. പിന്നെ ചിലർക്ക് ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് ഡയബറ്റിക്സ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് വായനാറ്റം കൂടുതലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മോണരോഗങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാലും വായനാറ്റം അധികമായിട്ടുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ അധികം വായനാറ്റം ഉണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. രോഗങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം. അപ്പോൾ അതും നമ്മളൊന്ന് വളരെ കെയർഫുൾ ആവണം. എന്തെങ്കിലും സുഗന്ധമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഏലക്ക പോലെയുള്ള ഏലക്കയുടെ തരി ഞങ്ങളുടെ കാറിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് ഒരു ബോക്സിലിട്ടിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു തരി നമ്മുടെ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ആ വായ്നാറ്റം ഒഴിവാക്കാം. അത് മറ്റുള്ളവർക്ക് അരോചകമാണ്, നമ്മളിലുള്ള മതിപ്പ് കുറയ്ക്കാനിടയാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്സാരമാണെന്ന് തോന്നിയാലും അത് ശ്രദ്ധിക്കണം. അടുത്തതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം, വിയർപ്പ് നാറ്റം. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ചിലർക്ക് വിയർപ്പ് കൂടുതലായിരിക്കും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. പ്രത്യേകിച്ചും വണ്ണമുള്ള ആൾക്കാർക്ക് വിയർപ്പ് കൂടുതലായിട്ടുണ്ടാകും. വണ്ണമല്ല, മിക്കവാറും ഓരോ ബോഡിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ വിയർപ്പ് നാറ്റം അതും അടുത്ത് നിൽക്കുന്നവർക്ക് അരോചകമാണ്. പക്ഷെ അതും അവർ പറയില്ല. പറഞ്ഞാൽ എന്ത് തോന്നും എന്നുള്ള രീതിയിൽ അവർ പറയാതിരിക്കും. പക്ഷെ അത് നമ്മളിൽ നിന്ന് അകന്നു മാറാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം വിയർപ്പ് നാറ്റം അതും ഈ പറഞ്ഞോണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ശരിക്കും ഈ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് വിയർപ്പ് നാറ്റം അവരുടെ വിയർപ്പിന് ഒരു പ്രത്യേക സ്മെല്ലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം അതും നമ്മൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിറ്റേ ദിവസം ഇടേത് അത് കഴുകിയിട്ടേ പിന്നെ ഉപയോഗിക്കാവൂ. പ്രത്യേകിച്ച് നമ്മളുടെ അടിവസ്ത്രങ്ങൾ നമ്മൾ കഴുകാതെ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ പലതരം സ്പ്രേകൾ, ഡിയോഡറൻറ്റുകൾ ഇതൊക്കെയുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ? പക്ഷേ നമ്മൾ പലപ്പോഴും മടി കൊണ്ടും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ വ്യക്തിത്വം ആകർഷണീയമാക്കാനുള്ള കൊച്ചു കാര്യങ്ങളാണത്. പിന്നെ ഈ ആകർഷണീയത അങ്ങ് നീണ്ടു നിൽക്കണമെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങളും സംസാര രീതിയും മാറ്റണം. അത് മനോഹരമാക്കിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടും തെറിവാക്കുകളാണ് അല്ലെങ്കിൽ മോശം വർത്തമാനമാണ് വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ ഇംപ്രഷൻ മുഴുവൻ പോകും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ അപ്പിയറൻസ് അതൊരു ബെസ്റ്റ് ഇംപ്രഷനാണ്. പക്ഷേ ആ ഇംപ്രഷൻ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ, അങ്ങനെയും കൂടെയുണ്ട്. അത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാര രീതിയും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വ്യക്തിത്വം, മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കുന്ന ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാകട്ടെ. ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.